ഹലോ ഗായ്സ്, ഇപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന എൻ്റെ കുട്ടി പേര് എബ്രാം എന്നാണ്, പക്ഷേ ഞങ്ങൾ വിളിക്കുന്ന പമ്മു എന്നാണ്. പമ്മു ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് അത് എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതായത് കാണിച്ചു തരാം. പമ്മു 1 ഇയർ ഓൾഡാണ്. അപ്പം പമ്മുന് ഞങ്ങൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് പാലിലാണ്. ഞങ്ങൾ ആട്ടുംപാലാണ് കൊടുക്കുന്നത്. പമ്മുവിൻ്റെ ഫുഡ് തുടങ്ങിയിരിക്കുന്നു. രാവിലെ പാലിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 9 മണിയായി. പമ്മു എഴുന്നേറ്റത് 8:30-ക്കാണ്. പിന്നെ ഞങ്ങൾ പാലുണ്ടാക്കി തണുപ്പിക്കാനുള്ള സമയമാണ് എടുത്തോളൂ. 9 മണിയായപ്പോഴത്തേക്കും പമ്മു പാല് തുടങ്ങി. ഇതൊരു 200 ml പാലുണ്ട്. ആട്ടുംപാലാണ്. 3.5% മിൽക്കാണ്. അത് ഞങ്ങൾ ചൂടാക്കേണ്ട കാര്യമില്ല, പക്ഷേ എന്നാലും ഞങ്ങൾ ചൂടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പാല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഞങ്ങൾ പിന്നെ പമ്മുവിനെ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ചൊന്നും പാല് കൊടുക്കാറില്ല. പമ്മു എപ്പോൾ എഴുന്നേൽക്കുന്നോ അപ്പോൾ പമ്മുവിന് കൊടുക്കുകയാണ് പതിവ്. പമ്മുവിൻ്റെ ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് മാത്രം. ഇപ്പോൾ 9 മണിക്കാണ് പമ്മു എഴുന്നേൽക്കണമെങ്കിൽ അത് ഓക്കെ, 9 മണിക്ക് ഞങ്ങൾ കൊടുക്കും. 10 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ 10 മണിക്ക്. ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ. ചിലപ്പോൾ പമ്മു 11 മണിക്ക് എഴുന്നേൽക്കും, കാരണം ചിലപ്പോൾ അന്ന് രാത്രി കിടക്കുന്നത് 2 മണിക്കായിരിക്കും. അപ്പോൾ എപ്പോൾ പപ്പു ഉറങ്ങണോ പമ്മുവിൻ്റെ ഉറക്കം മാറിയിട്ട് എഴുന്നേൽക്കണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കാറില്ല. അപ്പോൾ ഇനി നമുക്ക് പമ്മുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പമ്മുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അതുവരെ പമ്മു ഇതിവിടെ കളിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പമ്മുവിന് കൊടുക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു അവക്കാഡോ, പിന്നെ നമ്മൾ യോഗോട്ട് ഇട്ടിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. സിമ്പിളാണ്. അവക്കാഡോ കണ്ടിക്കുക. ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്യണം. പമ്മോ ഒത്തിരി മാഷ് ചെയ്യണ്ട. നമ്മൾ മാഷ് ചെയ്ത് വെച്ചേക്കണതാണ്. ഒത്തിരി അങ്ങ് മാഷ് ചെയ്തിട്ടില്ല. ഇച്ചിരി കഷ്ണം കിടക്കാൻ പാകത്തിനാണ് ചെയ്തേക്കണത്. കാരണം പമ്മുന്ന് 2-3 പല്ലൊക്കെ ഉണ്ട്. അപ്പോൾ പമ്മു കൊടുത്ത് കഴിച്ചോളൂ. നമ്മൾ കൊച്ചടി നമുക്ക് കൊച്ചിനെ വെച്ചുകൊണ്ട് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടുള്ളത് യോഗട്ട് ഇടുക. ഞങ്ങൾ നേരത്തെ ഫ്ലേവേർഡ് യോഗട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലേവർ ഇല്ലാത്തതാണ്. ഫ്ലേവേർഡിന് ഷുഗറുണ്ട്, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. Be quiet for some time. Simple. Nah. ഇപ്പോൾ പമ്മുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ 1 ഓഫ് ദി ഐറ്റം റെഡി ആയി കഴിഞ്ഞു. ഇതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആദ്യം കൊടുക്കുന്നത്. അവക്കാഡോ ആൻഡ് യോഗട്ട്. ഇത് രണ്ടും യോഗട്ടിലും നല്ല ഗുണങ്ങളാണ്, അതേപോലെ അവക്കാഡോയിലും. ഞാൻ പക്ഷേ ഓർക്കുള്ള അവക്കാഡോയിൽ ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് പറയുന്നത് ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലത് അവക്കാഡോയാണെന്നാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും കുഴപ്പമില്ല. അതേപോലെ യോഗട്ട് അതും നല്ലതാണ്. പമ്മു കഴിക്കണ കാണിച്ചു തരാം. ഇനിയൊരു ടേസ്റ്റും ഇല്ല സത്യം പറഞ്ഞാൽ, പക്ഷെ പമ്മു കഴിക്കും. പമ്മുവിൻ്റെ മോന്ത നോക്കണ്ടേ, എന്ത് കഴിച്ചാലും ഇങ്ങനെയാണ് മോന്തിരിക്കും. പക്ഷെ ഇന്നലെ ഇനി ഞുഞ്ഞ് കഴിക്കുന്നു. ഞുഞ്ഞിൻ്റെ സ്പൂണില്ലല്ലോ. കമോ പമ്മുവിൻ്റെ സ്പൂൺ എടുത്തോണ്ട് ഒരാളെ. പമ്മുവിന് യോഗട്ട് അവക്കാഡോ കൊടുക്കണതാണ്. ഇതിനൊരു ടേസ്റ്റും ഇല്ല. നിങ്ങൾക്ക് പിള്ളേർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അവക്കാഡോ എന്ന് പറയണത് നല്ല ഗുണങ്ങളും ഉള്ളതാണ്. പമ്മു സാധാരണ ഹൈ ചെയറിൽ നിന്നാണ് കഴിക്കുന്നത്. ഇപ്പോൾ പമ്മുവിനെ ഞാനിവിടെ ടേബിളിൽ വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് പമ്മു ബഹളം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. Come on, Pomo. No?
ആ ഹായ് ഗൈസ്, അപ്പോൾ പമ്മുവിൻ്റെ ഉച്ചത്തെ ഫുഡ് കാണിച്ചു തരാം മെനു. അപ്പോൾ ഇത് ഇച്ചിരി വെജിറ്റബിൾസാണ്. ആദ്യം നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് റൈസാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ ബ്രോക്കോളി ഇതൊന്ന് സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും മതിയാവും. പിന്നെ ഗ്രീൻ പീസാണിത്. എല്ലാം ഫ്രോസൺ ആട്ടോ, നമ്മൾ ഫ്രോസണാണ് ഉപയോഗിക്കാറ്. ഓക്കെ, ഫ്രോസൺ പീസ്. പിന്നെ അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരറ്റ്. ഇതിൽ ക്യാരറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കോളിഫ്ലവർ. അപ്പം ഇതിനി നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാം. ബ്രോക്കോളി, ക്യാരറ്റ് ആൻഡ് പീസ് ആൻഡ് കോളിഫ്ലവർ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കണം. ഇത് ആവി കയറി വേവുമ്പോഴത്തേക്കും നമ്മൾ ഇനി കുറച്ച് റൈസ്, ഞങ്ങൾ ബസുമതി റൈസാണ് ഉപയോഗിക്കാറ്. ഇത് ബസുമതി റൈസാണ്. ബസുമതി റൈസും വെജിറ്റബിൾസും കൂടെയാണ് നമ്മൾ പമ്മിന് കൊടുക്കുന്നത് ഉച്ചയ്ക്ക്. അപ്പം ഇത് ഒരല്പം ഉപ്പിടും, അത് അവസാനമാകുമ്പോൾ ഇടാറുള്ളൂ. അപ്പോൾ നമ്മൾ ബസുമതി റൈസ് വേവിക്കാൻ വെച്ചേക്കുവാണ്. ഇതൊരു 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. പിന്നെ ഈ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ കാട്ടിത്തരാം എങ്ങനെ. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി കഴിഞ്ഞു. പിന്നെ അതേപോലെ വെജീസും റെഡിയായി കഴിഞ്ഞു. നമുക്കിത് മിക്സ് ചെയ്യണം. നമ്മൾ വെജിറ്റബിൾസ് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റണം. ബ്രോക്കലിയൊക്കെ പിള്ളേർക്ക് നല്ലതാണ്. ക്യാരറ്റ് അതേപോലെ പീസ്. വെജിറ്റബിൾസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി വേണ്ട, എന്നാലും ഇപ്പം നമ്മൾ മാഷ് ചെയ്ത് കൊടുക്കണം. പീസ് എല്ലാം ജസ്റ്റ് ഒന്ന് ഇതാണ് നമ്മൾ മാഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ആഡ് ചെയ്യണം. പിന്നെ അതേപോലെ പമ്മു ചുമ്മാ ഇങ്ങനെ കൊടുത്താൽ ഒരിക്കലും കഴിക്കത്തില്ല. പമ്മുന് യോഗേർട്ട് നിർബന്ധമാണ്, യോഗേർട്ട് ഇല്ലാണ്ട് കഴിക്കില്ല. അപ്പോൾ നമ്മൾ റൈസ് കൂടി ഇട്ടതിന് ശേഷം യോഗേർട്ട് ഇട്ട് ഇളക്കും. അതിന് ശേഷം എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മളിത് കൊടുക്കണം. റൈസിൽ ഇച്ചിരി പൊട്ടിക്കൊടുക്കണം. അപ്പോൾ റൈസ് സെറ്റായിട്ടുണ്ട്. നമ്മൾ റൈസ് ഇതിലേക്ക് ഇടുവാണ്. ഇത്ര പമ്പ് കഴിക്കും, ചുമ്മാ എടുത്ത് കളയാം. എല്ലാം കൂടെ മിക്സ് ആക്കണം ആദ്യം. പമ്മുവിൻ്റെ മെയിനാണ് യോഗേർട്ട്. യോഗേർട്ട് ഇല്ലാണ്ട് പമ്മുവിന് ഒരു കളിയില്ല. എന്തിലും യോഗേർട്ട് നിർബന്ധമാണ് പമ്മുവിന്. സോ യോഗേർട്ട് നമ്മൾ കുറച്ചിടുകയാണ്. നൈസ്. പമ്മു ഒരു ബ്രാഹ്മണൻ കൊച്ചായിട്ട് ജനിക്കേണ്ടായിരുന്നു തോന്നുന്നു. യോഗേർട്ട് ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെല്ലാം. അപ്പോൾ പമ്മുൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പമ്മു എഴുന്നേൽക്കുമ്പോൾ ഇത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ പാലും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പമ്മുന് കൊടുക്കുന്നത് ഗോഡ് മിൽക്കാണ് കൊടുക്കുന്നത്, 3.5%. അപ്പോൾ അപ്പോൾ ഓക്കെ. ഇതിൻ്റെ ഒപ്പം ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വെള്ളം കൊടുക്കും. പിന്നെ ഒരു 1 hour ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ പമ്മുന് പാല് കൊടുക്കുന്നത്. പാല് നമ്മൾ ഗോഡ് മിൽക്ക് കൊടുക്കും. പിന്നെ ഇത് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം പമ്മുന് നമ്മൾ സ്നാക്സ് കൊടുക്കുന്നുണ്ട്. സ്നാക്സ് നമ്മൾ സാധാരണ കൊടുക്കാറ് ഒന്നല്ലെങ്കിൽ സ്ട്രോബെറി അല്ലെങ്കിൽ പഴം അല്ലെങ്കിൽ ബ്ലൂബെറി, എന്തെങ്കിലും ബെറീസ് അല്ലെങ്കിൽ പഴം
അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കാറ്. ഇടയ്ക്ക് ഇച്ചിരിയൊക്കെ മാങ്ങ കൊടുക്കും, പഴുത്ത മാങ്ങയാണ് കഴിക്കും. പിന്നെ ഇപ്പോൾ പറഞ്ഞാതിരി പമ്മുവിൻ്റെ ഇതിൽ ഞങ്ങൾ ചിക്കനും കൊടുക്കാറുണ്ട്. പമ്മുവിന് ബീഫ് അങ്ങനെ കൊടുക്കാറില്ല, എന്നാലും ബീഫും കൊടുക്കാറുണ്ട് നമ്മൾ. ചിക്കൻ ഇതേപോലെ പുഴുങ്ങി വേവിക്കും, അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചിക്കി ഇട്ടിട്ട് പമ്മുവിന് കൊടുക്കാറാണ് പതിവ്. ഞങ്ങൾ പമ്മുവിന് ഓയിൽ ഒഴിച്ചൊന്നും കൊടുക്കാറില്ല, പിന്നെ മൈദയുടെ ഞങ്ങളൊന്നും കൊടുക്കാറില്ല അങ്ങനെ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മളൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ കൊച്ചു ചോദിക്കുമ്പോൾ കൊടുക്കും, അത്രയൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളൂ. ബാക്കിയെല്ലാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ പ്രോട്ടീന് വേണ്ടി ഞങ്ങൾ ചിക്കനും കൊടുക്കാറുണ്ട്. അങ്ങനെ പമ്മുവിൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. ഡാഡി കൈ കൊണ്ടാണോ കൊടുക്കുന്നത്, സ്പൂൺ കൊണ്ട്? ഓക്കെ, ഇൻ്റെ കുഞ്ഞിനെ വഞ്ഞോടത്തെ ഇതാണ് ഡാഡിയല്ല, ഇതാണ് പമ്മുമ്മീമിൻ്റെ ഫുഡ്. ഓൾറെഡി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചായിരുന്നു. കുഞ്ഞ് ഉറങ്ങി ഇപ്പോഴാണ് എഴുന്നേറ്റ്, അപ്പം ഇപ്പോൾ കൊടുക്കുന്നു. എനിക്ക് വെച്ചിക്കോ ഡാഡി താട്ടേന്ന് കുഞ്ഞി. അപ്പം അങ്ങനെ പമ്മു ചോറുണ്ടോളും, കുറച്ച് കഴിക്കും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കളയും. അപ്പം അത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കണം, ചൂടും വെള്ളം, അതിന് ശേഷം പാല്. പമ്മു കാഴ്ചയൊക്കെ കണ്ടിരുന്നാണ് കഴിക്കണത്. നോ കഴിച്ചോ. അപ്പം പമ്മുവിൻ്റെ ഇത് കഴിയുമ്പോൾ ഇനി പമ്മുവിന് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നത് പഴമായിരിക്കും മിക്കവാറും ഇന്ന്. അതിന് ശേഷം റാഗിയാണ് നമ്മൾ കൊടുക്കുന്നത്. നൈറ്റ് എപ്പോഴും പമ്മുവിന് റാഗിയാണ് കൊടുക്കാറ്, വേറെ ഒന്നും കൊടുക്കാറില്ല. നൈറ്റ് റാഗി. പമ്മുവിന് പാല് കൊടുക്കുകയാണ്, ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പാലിന് ശേഷം സ്നാക്സ്. അപ്പോൾ ഇനി അത് പമ്മു ഈവനിങ് സ്നാക്കായിട്ട് ഓൾറെഡി പഴം കഴിച്ചിരുന്നു. പക്ഷേ മമ്മി ഉറങ്ങണ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മമ്മിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഇന്ന്, അതുകൊണ്ട് മമ്മി 1 hour നാപ്പ് എടുത്തത്. അന്നേരം പമ്മുവും ഡാഡിയും കൂടി പഴം കഴിച്ചു. സോ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മമ്മിയുടെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡാഡി പമ്മുവിന് ബ്ലൂബെറി കൊടുക്കണതാണ്. കാണിച്ചു കൊടുത്തേ ബ്ലൂബെറി. ഓർമ്മ ബ്ലൂബെറി കൊടുക്കണതാണ്. ഇപ്പം ബ്ലൂബെറി ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ പമ്മുവിന് റാഗി കുറുക്കുണ്ട്. പക്ഷേ വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ വീഡിയോ, റാഗിയുടെ വീഡിയോ പിന്നെ ഒരു ദിവസം കാണിക്കാം. അപ്പോൾ ഓക്കെ, അതൊക്കെയാണ് പമ്മുവിൻ്റെ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ. റാഗി കൊടുത്തതിന് ശേഷവും ഞങ്ങൾ ഇത് കൊടുക്കുന്നതാണ്, പാല് കൊടുക്കും. അതൊരു 9 മണി, ചിലപ്പോൾ 9:30, ചിലപ്പോൾ 10 മണി, ഡിപ്പെൻസ്. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ് ഇതോടുകൂടി കഴിഞ്ഞു, ബ്ലൂബെറിയോടുകൂടി. ഓക്കെ, ബൈ ഗായ്സ്. പമ്മു സെ ബൈ 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 സെ ബൈ. ബൈ പറഞ്ഞേ, ടാറ്റ ടാറ്റ, ബൈ സെ ബൈ. നോ. ഓക്കെ, പമ്മു ഒന്നൊരു നോ കാണിച്ച്. നോ വഞ്ഞേ, നോ. പമ്മുന് ഒന്നിനും മൂടില്ല. നോ. സോറി, പമ്മുന് ഒന്നിനും മൂടില്ല. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം.